ഹലോ ഗായ്സ്, സമയം 4:49 ഗായ്സ്. ഇറ്റ്സ് അമ്മൂസ് ബിഗ് ഡേ. ഞങ്ങൾ എനിക്ക് റെഡി ആവണം. ഞാൻ എണീറ്റ് അമ്മു, നീ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇന്നലെ ഞാനാണ് ഫസ്റ്റ് എണീറ്റത്. വീഡിയോ എടുത്തിട്ട് എടുക്കണം നമ്മളെല്ലാവരും വെരി എക്സൈറ്റഡ്. നമ്മളിതാ ഇപ്പൊ തന്നെ ഗെറ്റ് റെഡി ആവാൻ പോവുകയാണ്. സോ ഹാപ്പി ഫോർ യു. ഓക്കെ, അപ്പൊ ഞങ്ങൾ പല്ലൊക്കെ തിരിച്ചിട്ട് റെഡി ആവട്ടെ. ബൈ. അമ്മുവിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഫിക്സ് ആയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി എൻഗേജ്മെൻറ്റ് ഡിസ്കഷൻസ് മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ മൊത്തം എൻഗേജ്മെൻറ്റ് കളറാക്കാനുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യണം. ഞങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബ്രൈഡ് അമ്മു അവൾ ഹാപ്പി ആയിരിക്കണം. അവളുടെ എൻഗേജ്മെൻറ്റ് ഡേ വളരെ 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 സ്പെഷ്യൽ ആയിരിക്കണം. സോ അതിന് പറ്റാവുന്നതെല്ലാം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ഞങ്ങൾക്ക് ചെയ്യണം. പരിപാടി കളറാക്കണം എന്ന് പറയുമ്പോൾ ഡാൻസ് ഇല്ലാതെ എങ്ങനെയാണ്? പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഡാൻസേഴ്സ് അല്ല. പക്ഷേ ഞങ്ങൾ തളർന്നില്ല. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഡാൻസ് കളിക്കും. നമ്മുടെ അമ്മുവിൻ്റെ പരിപാടിയാണ്. നമ്മൾ മാക്സിമം കളിച്ചിരിക്കും, അവളെ ഹാപ്പി ആക്കിയിരിക്കും എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ പ്രാക്ടീസൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് നവംബർ 9 അമ്മുവിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം രാത്രി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അമ്മുവിൻ്റെ വീട്ടിൽ കൂടി. അമ്മുവിൻ്റെ സിസ്റ്റർ മാളുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ രാത്രി എല്ലാവരും കൂടി പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഫുൾ കളറാക്കി പരിപാടി. ഇതിലെ മെയിൻ ഹൈലൈറ്റ് അമ്മുവിൻ്റെ ആൻറ്റി പ്രജിത ആൻറ്റിയുടെ ഡാൻസ് ആയിരുന്നു. ഞങ്ങളങ്ങനെ മൊത്തം എല്ലാവരും കൂടി നല്ല വൈബൊക്കെ അടിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും അഖിലയും കിച്ചും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ എൻ്റെ വീടെത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റില്ല, കാരണം നാളെ ധാവണി എടുക്കണം. അത് അയൺ ചെയ്തിട്ടില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടില്ല. സോ ഞങ്ങൾ മൊത്തം അതിൻ്റെ ബാക്കിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ മെയിൻ ടെൻഷൻ എന്ന് പറയുന്നത് മോർണിംഗ് നേരത്തെ അവിടെ എത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് മോർണിംഗ് ആ ഒരു വെയിൽ വരുന്നതിന് മുമ്പ് നല്ല ഫോട്ടോസ് അമ്മൂൻ്റെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ അമ്മൂന് ഭയങ്കര വിഷമമാവും. സക്സസ്ഫുള്ളി സമയം 5:30. എൻ്റെ കുളി കഴിഞ്ഞിരിക്കുകയാണ്. വേണ്ട മുഖത്തൊക്കെ വെള്ളമുണ്ട്. എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ അത്ര നേരത്തെ എനിക്കില്ല സ്മരണ. ഞങ്ങൾ രണ്ടാളും വിളിച്ചു. ഇനിയിപ്പോൾ അഖിലയും കൂടി വിളിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ വീഡിയോ ഓണാണല്ലോ. വീഡിയോ ഓണല്ലോ അല്ലേ? ഈ കുളിച്ചില്ലെന്ന കാര്യം പറഞ്ഞാണ്ടല്ലോ. അതെ, കിച്ചു ആണെങ്കിൽ പറഞ്ഞത് കിച്ചു എക്സാമിന് പോലും ഇങ്ങനെ SLC പരീക്ഷയ്ക്ക് പോലും ഞാൻ എനിക്ക് പഠിച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ അത്ര ഇരിക്കില്ല. അപ്പം അമ്മു, ഇനി ഇവളുടെ കല്യാണത്തിന് നീ കറക്റ്റ് സമയത്ത് നീ ഉറങ്ങരുത്. ഡയറക്ട്ലി പ്രപ്പോസൽ. ഞാൻ ഇത്ര നേരത്തെ എനിക്കിത് നീ ഉറങ്ങാതെ പ്രപ്പോസലാണ്. Oh my god. എല്ലാവരും നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ രാവിലെ ധാവണിയുമായിട്ട് നല്ലൊരു യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാരണം ഞങ്ങൾ 3 ആൾക്കും ധാവണി എടുക്കാൻ അറിയില്ല. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് സിമ്പിളായിരിക്കുമെന്ന്. അപ്പോൾ ഞങ്ങളത് എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിക്കയറ്റാന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല സംഭവം. നമുക്ക് അത്രയും നേരത്തെ എത്തുകയും വേണം, അതിൻ്റെ ഇടയിൽ 3 ആൾക്കും ധാവണി എടുക്കുകയും വേണം. സോ ഞങ്ങൾ മൊത്തത്തിൽ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് അതെവിടേക്കോ കുത്തിയിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങൾ അവസാനം അമ്മുവിൻ്റെ അടുത്തെത്തി. അമ്മു ഞങ്ങളെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയായി. പിന്നെ അമ്മുവിൻ്റെ ലുക്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾ അവളുടെ സ്റ്റൈലിങ്ങിൻ്റെ ഓരോ സ്റ്റേജിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് അമ്മു എങ്ങനെ ആയിരിക്കും ഫൈനൽ ലുക്കിൽ വരികയാണെന്ന് നമ്മൾ ഓൾറെഡി ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അമ്മുവിൻ്റെ ഹോൾ ലുക്ക് അടിപൊളിയായിരുന്നു. നമുക്ക് ഒരു നയൻതാര ഇൻസ്പയർഡ് ലുക്കാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് പക്ക അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ വി വർ സോ ഹാപ്പി ടു സീ ഹർ. പിന്നെ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് വെച്ച ഡാൻസൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഒരു ഡാൻസിൽ നമ്മളെല്ലാവരും കൂടി കളിക്കുന്നത്. അമ്മുവിൻ്റെ സിസ്റ്റർ ഉണ്ട്, അമ്മുവിൻ്റെ കസിൻസ് ഉണ്ട്, അതുപോലെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ളൊരു ഡാൻസ് ഉണ്ട്. അങ്ങനെ മൊത്തം ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി അമ്മുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും ഇട്ട ജ്വല്ലറി എൻ്റെ പേജായ അനേറ ജ്വൽസ് എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചൂളയിലൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എല്ലാവരും ഒന്ന് കാണിച്ചതിൻ്റെ അനേറയ്ക്ക് മതി, ചിരിച്ചാൽ മതി. താഴെ അവിടെ ഫോട്ടോ സെഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടച്ചപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു നോക്കുമ്പോൾ നമ്മൾ ഈ മൊമെൻറ്റ് എങ്ങനെ എൻജോയ് ചെയ്തു, ഈ മൊമെൻറ്റിൽ നമ്മൾ എത്രമാത്രം ഹാപ്പി ആയിരുന്നു, നമ്മളെല്ലാവരും കൂടെയുള്ള സമയങ്ങൾ എത്ര അടിപൊളിയായിരുന്നു. അങ്ങനെയുള്ള എല്ലാ മൊമെൻറ്റ്സും അമ്മുവിന് വേണ്ടി
ഞങ്ങൾക്ക് അതിങ്ങനെ എന്നേക്കുമായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ നിൽക്കണം, വരണം, അങ്ങനെയല്ല രണ്ടുപേർക്കും വരണം. നമ്മുടെ എൻഗേജ്മെന്റ് ഇതാണ് എന്റെ ആന്റി, ഇതാണ് എന്റെ ഇതാണ് എന്റെ കുരുത്തങ്ങളുടെ ഫ്രണ്ട്സ്, ഇതാണ് എന്റെ എല്ലാം. ഇതാണ് അലക്സ, ഇതാണ് എനിക്ക് ഇങ്ങനെ. എനിക്ക് സത്യം ഡ്രീം പോലെ It's a dream come true moment for both of us. So I wish them a very all the best and a happy married life. ഇതിനെ പറ്റി 2 വാക്കുകൾ പറയണം. ഇത് വളരെ സന്തോഷമുള്ള ഇതാണ്. ഇതിനെ പറ്റി ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മുടെ മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള ചടങ്ങിന് സമയമായി, റിംഗ് എക്സ്ചേഞ്ച്. ഈ ഒരു മൊമെൻറ്റിനായിട്ട് ഞങ്ങൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പെട്ടെന്നാണ് അമ്മുവിൻ്റെ ഫാമിലി എല്ലാവരും ഞങ്ങളുടെ സ്റ്റേജിലോട്ട് വിളിക്കുന്നത്. ആ ഒരു മൊമെൻറ്റ് ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ഹാപ്പി ആൻഡ് ഇമോഷണൽ ആയൊരു മൊമെൻറ്റാണ്. അമ്മുവിൻ്റെ ഹോൾ ഫാമിലി ഞങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് അത്രയും മനസ്സിലാക്കി ഞങ്ങളെയും ആ ഫാമിലീൻ്റെ പാർട്ടാക്കി ഞങ്ങളെ സ്റ്റേജിലോട്ട് വിളിച്ചപ്പം ഞങ്ങൾ അത്രയും ഹാപ്പി ആൻഡ് ഇമോഷണലായി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുൾ ഫോട്ടോ സെഷൻസ് ആയിരുന്നു. ഫൈനലി നമ്മൾ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ അമ്മുവിൻ്റെ വീടെത്തി. വിചാരിച്ച പോലെ തന്നെ വളരെ ടൈം ബൗണ്ട് ആയിട്ട്, അതായത് പക്ഷെ എനിക്ക് കുറച്ച് സങ്കടം വന്നെന്ന് വെച്ചാൽ നിങ്ങളെ വെയിലത്ത് നിർത്തി, ആ കുട്ടി ട്രെയിനിൽ പോകണം, ആ കുട്ടീനെ വെയിലത്ത് നിർത്തി, അങ്ങനെ നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചതിൽ എനിക്ക് കുറച്ച് ഉള്ളിൽ വിഷമമുണ്ട്. പിന്നെ പകരം ചോദിക്കാം. ബാക്കി ശരിക്കും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ആ ടൈമിൽ വന്നിട്ടുമുണ്ട്, എല്ലാവരും ഇവിടെ കിട്ടിയിട്ടുമുണ്ട്. ഞങ്ങളുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം അമ്മുവിനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മുവിൻ്റെ വായിൽ തന്നെ അവൾ ഹാപ്പി ആയിരുന്നു, അവൾക്ക് ഹാപ്പിനെസ് തരുന്ന എല്ലാവരും അവളുടെ ചുറ്റും ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഡബിൾ സന്തോഷം. എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾ 4 പേർക്കും കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ലൈഫിൻ്റെ അടുത്തൊരു ചാപ്റ്ററിലോട്ട് പോകുക എന്ന് പറയുന്നത് വലിയൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് എവറിത്തിങ് ചേഞ്ചസ് വൺസ് യു ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ. വി ആർ സോ ഹാപ്പി ദാറ്റ് അമ്മു ഫൗണ്ട് ഹെർ ലവ് ശ്രീജിത്ത്. അമ്മു ആൻഡ് ശ്രീജിത്ത്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പുതിയൊരു ചാപ്റ്റർ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എല്ലാവിധ ഹാപ്പിനെസ്സും ഉണ്ടാവട്ടെ. വിത്ത് ലവ്, അച്ചു, അഗി ആൻഡ് കിച്ചു.